ഹൈ ഫ്രണ്ട്സ്, നവനീസ് വലിയാറ ടുഡേ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം. അപ്പോൾ പല ആളുകളും പുഴയിലെ വെള്ളം എത്രയായി എന്ന് ചോദിച്ചപ്പോൾ പുഴയിലേക്കൊന്ന് വന്നു നോക്കിയതാണ്. ഇതുണ്ടല്ലേ, ഇതാണ് പുഴയിലെ വെള്ളത്തിൻ്റെ അവസ്ഥ. അതായത് 18 സ്റ്റെപ്പിൽ 7 സ്റ്റെപ്പ് ഇപ്പോൾ കാണുന്നുണ്ട്. 11 സ്റ്റെപ്പ് വെള്ളമാണുള്ളത്. എന്നാൽ ഇപ്രാവശ്യത്തെ ഏറ്റവും ടോപ്പ് വെള്ളം എന്ന് പറയുന്നത് 1, 2, 3 സ്റ്റെപ്പ് വരെയും വെള്ളം എത്തിയിരുന്നു. അതായത് 15 സ്റ്റെപ്പ് വെള്ളം കയറിയിരുന്നു. ഇപ്പോൾ പൊതുവെ പുഴയിലെ വെള്ളം കുറവാണ്. ഒരു അരപ്പുഴക്കും താഴെയാണ് വെള്ളം ഉള്ളതെങ്കിലും ഇപ്പോൾ ഇന്ന് പെയ്ത മഴയുടെ വെള്ളമെല്ലാം എത്തണമെങ്കിൽ നാളെയോ മറ്റന്നാളെയോ ഒക്കെ ആയിട്ടാണ് ഈ പുഴയിലൂടെ കടലിലേക്ക് ഒഴുകി പോവുകയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ പെയ്ത വെള്ളമൊക്കെ ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര കുറവ് വെള്ളം. എന്തായാലും ഇപ്രാവശ്യത്തെ ഏറ്റവും ടോപ്പ് ലെവലായ ഈ ഒരു 3 സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് കയറും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് നാളെയോ മറ്റന്നാളെയോ ആയിരിക്കും ആ വെള്ളത്തിലേക്ക് എത്തുക. അപ്പോൾ മഴ തുടരുകയാണ്. ഇന്ന് രാവിലെ തൊട്ട് തന്നെ നല്ല മഴയായിരുന്നു. ഇപ്പോഴും ആകാശത്ത് നല്ല കാർമേഘങ്ങളുണ്ട്. കാർമേഘങ്ങൾ ഇങ്ങനെ നീങ്ങി അങ്ങോട്ട് പോവുകയാണ്. അവിടെ പെയ്താലൊക്കെ ഈ പുഴയിലൂടെ തന്നെ വെള്ളം ഇങ്ങോട്ട് എത്തും. അപ്പോൾ നിലവിൽ പുഴയിൽ അപകടമായ രീതിയിലുള്ള വെള്ളം കയറ്റമൊന്നുമില്ല. നോർമലി ഉള്ള വെള്ളമാണ്. അപ്പോൾ ഇനിയും 2 ദിവസം കൂടിയും ഇതുപോലെ തുടരുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടി വരും. 2 ദിവസം വേണ്ട, നാളും കൂടിയും അല്ലെങ്കിൽ ഇനിയും രാത്രിയൊക്കെ നല്ല മഴ ശക്തമായി പെയ്യുകയും നാളെയും മഴ പെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് പെയ്ത മഴ വെള്ളം ഇവിടെ എത്തുകയും അതുപോലെ തന്നെ നാളെയും കൂടി വെള്ളം ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഈ റോട്ടിലേക്കൊക്കെ വെള്ളം കയറാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ പുഴയിൽ വെള്ളം അത്ര കൂടുതലാണ് എന്നും പറയാൻ പറ്റില്ല. ഒഴുക്കും പൊതുവെ കുറവാണ്. അതുപോലെ തന്നെ ശരിക്കും ഈ വെള്ളം എത്തുമ്പോൾ മലവെള്ളമൊക്കെ ആയിരിക്കും എത്തുക. അതുകൊണ്ട് നല്ല ചുവപ്പ് നിറവും. ഇതിപ്പോൾ ഒരു പാൽച്ചായൻ്റെ നിറമല്ലേ, ഇതൊന്നുകൂടെ ഒന്ന് ചോന്ത് വരും. പുഴയിലെ ഒഴുക്കും നല്ല വർദ്ധിക്കും. എന്നാൽ പുഴയിൽ ചെറിയ രീതിയിലുള്ള കച്ചറകളും പോകുന്നുണ്ട്. അതുപോലെ തന്നെ പതകളും പോകുന്നുള്ളത് വെള്ളം കൂടും എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ എന്തായാലും വെള്ളം ഇപ്രാവശ്യത്തെ ഏറ്റവും കൂടുതലിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഫുള്ള് മൂടിക്കെട്ടിയ കാലാവസ്ഥ ഇതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. കാരണം ഈ കാർമേഘമെല്ലാം മലമിലും അവിടേക്കും ഒക്കെ പോയി പെയ്യും. നമ്മളാണെങ്കിൽ അറിയുകയുമില്ല. ഈ വെള്ളം മൊത്തമായിട്ട് ഇങ്ങോട്ട് എത്തുകയും ഇവിടെയും മഴ പെയ്താൽ വെള്ളപ്പൊക്കത്തിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലാണ് അപകടങ്ങളും ഒക്കെ ഉണ്ടാവാറ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മഴക്കാലമാണ്. മഴവുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാതെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ അപ്ഡേഷനൊക്കെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ.